ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കേരള സിലബസിൻ്റെ 8th സ്റ്റാൻഡേർഡിലെ ഐഡൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാർക്ക് 4 നമ്പേഴ്സ് ഫോമിങ് എ സ്ക്വയർ ഇൻ എ കാലണ്ടർ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രോഡക്ട്സ്? എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര. അപ്പോൾ ഇവിടെ ഒരു കലണ്ടറിലെ 4 നമ്പേഴ്സുള്ള ഒരു സ്ക്വയറാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഡയഗണൽ പ്രൊഡക്ട്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ഡിഫറൻസ് എഴുതണം. എന്നിട്ട് ഈ ഒരു റിലേഷൻ നമ്മൾ ആൾജിബ്ര വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെ ഡയഗണൽ പെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ഉം 12ഉം ഒരു ഡയഗണൽ പെയർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം 4 × 12 അല്ലേ, 4 ഗുണിക്കണം 12 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ആൻസർ വരിക? 48 ആണ് ആൻസർ വരിക. ഇനി നെക്സ്റ്റ് ഡയഗണൽ പെയർ നോക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 × 5 ആണ്. ഓക്കെ, 11ഉം 5ഉം ആണ് വരിക. അപ്പോൾ 11 × 5 ചെയ്യുമ്പോൾ 55 വരും. ഇനി നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 55 - 48 ചെയ്യും. അപ്പോൾ അതിൻ്റെ ആൻസർ 7 ആണ് വരിക. ഇനി നമുക്കതിൻ്റെ ആൾജിബ്ര അഥവാ ബീജഗണിത രീതി എഴുതി നോക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ നോക്കുക. 4 കഴിഞ്ഞിട്ട് 4ൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് 5 അല്ലേ, 4നെക്കാട്ടും ഒന്ന് കൂട്ടിയാലാണ് 5 കിട്ടുക. അപ്പോൾ നമ്മൾ 4ൻ്റെ ആ ഒരു പ്ലേസിൽ എക്സ് ആക്കി, ആ നമ്പറിനെ എക്സ് ആക്കി എടുത്താൽ x+1 ചെയ്താലായിരിക്കും ആ എക്സിൻ്റെ ആ ഒരു നമ്പറിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള നമ്പർ നമുക്ക് കിട്ടുക. ആദ്യത്തെ നമ്പർ എക്സ് ആക്കി എടുത്താൽ അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ x+1 ആണ്. ഇനി ആ എക്സിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പർ എങ്ങനെയാണ് നമ്മൾ എഴുതാൻ നോക്കുക. 4 കഴിഞ്ഞാൽ 11 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 4നോട് 7 ആഡ് ചെയ്താലാണ് 11 കിട്ടുക അല്ലേ. 4 + 7 ചെയ്താലാണ് 11 നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എക്സ് അല്ലേ എടുത്തത്. അപ്പോൾ എക്സിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? x+7 ചെയ്താൽ മതി. അതേപോലെ 11 കഴിഞ്ഞിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ 12 ആണ് വരുന്നത്. 11 + 1 ചെയ്താലാണ് 12 കിട്ടുക. അപ്പോൾ നമ്മളിവിടെ x+7, എക്സിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പർ x+7 കൊടുത്താൽ x+7ൻ്റെ റൈറ്റ് സൈഡിലുള്ള നമ്പർ എന്തായിരിക്കും? അതിനെക്കാട്ടും ഒന്ന് കൂടുതൽ. അപ്പോൾ x+8 ആയിരിക്കും വരിക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഡയഗണൽ പ്രൊഡക്ട്സ് എഴുതും. ഫസ്റ്റ് ഡയഗണൽ പെയേഴ്സ് എക്സും x+8ഉം ആണ്. അപ്പോൾ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം എക്സിനെ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് എക്സിനെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. x × x + x × 8. x × x എത്രയാണ്? x² ആണ്. x × 8 എന്ന് പറയുന്നത് 8x ആണ്. അപ്പോൾ അവിടുത്തെ ആൻസർ എന്താ വരിക? x² + 8x ആണ് എന്ത്? ഫസ്റ്റ് ഡയഗണൽ പെയറിൻ്റെ പ്രോഡക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. സെക്കൻഡ് ഡയഗണൽ പെയേഴ്സ് എന്ന് പറയുന്നത് x+1ഉം x+7ഉം ആണ്. അപ്പോൾ നമ്മൾ അത് മൾട്ടിപ്ലൈ ചെയ്യും. x+1 × x+7 ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? x × x അല്ല, ആരോ മാർക്ക് ഇട്ടൊന്ന് എഴുതി നോക്കുക. x × x എന്ന് വരും. അതിനുശേഷം പ്ലസ് x × 7 പ്ലസ് x × 1 പ്ലസ് 1 × 7. ഓക്കെ, അപ്പോൾ x × x എന്താണ്? x² ആണ്. x × 7 എന്ന് പറയുന്നത് 7x ആണ്. 1 × x അല്ലെങ്കിൽ x × 1 എന്ന് പറയുന്നത് x ആണ്. 1 × 7 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x² + 7xഉം എക്സും കൂടെ ആഡ് ചെയ്താൽ 8x ആണ്. + 7 എന്ന് വരും. ഇനി നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ x² + 8x + 7ൽ നിന്ന് x² + 8x മൈനസ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. x² + 8x + 7 x² + 8x. അപ്പോൾ അതിൽ എക്സ്ട്രാ വരുന്ന എന്താ? 7 മാത്രമാണ്. അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആയിരിക്കും. നിങ്ങളും ഇതുപോലെ കലണ്ടറിൽ വരുന്ന ഏതെങ്കിലും അടുത്തടുത്ത് വരുന്ന 4 നമ്പേഴ്സ് ഒരു സ്ക്വയർ ഫോം ചെയ്യുന്ന രീതിയിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അത് ആൾജിബ്ര വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്